കാണുന്ന എന്താണെന്നറിയോ? അത് ഹെലിപ്പാഡാണ്, ഹെലിപ്പാഡ്. അടിക്കോ. അപ്പൊ നമ്മള് റൂം തുറക്കാൻ പോകട്ടോ. റൂം വെച്ചെടുക്ക്. സമയം ഇപ്പൊ 10:30 കേട്ടോ. നമ്മള് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കടയിൽ വന്നേക്കാണ്. ഇഡ്ഡലി, സാമ്പാറ്, പച്ച ചട്നി, തക്കാളി, ചമ്മന്തി, വട. ഈ എന്താ കഴിക്കുന്നത്? പൊങ്കലും വടയും സാമ്പാറും. വട കഴിച്ചോ? സൂപ്പർ വട, അല്ല ചൂട് വട. പിന്നെ ഒരു ഓംലെറ്റ് കൂടെ പറഞ്ഞാൽ പക്ഷേ ദളപതി വിജയനെ കാണുവാനുള്ള 33-ാം ദിവസത്തിലേക്ക് നമ്മൾ എല്ലാവരും കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സമയം ഇപ്പൊ 5 മണിയായി. അതായത് രാവിലെ അല്ല കേട്ടോ, വൈകിട്ട്. നിങ്ങൾക്ക് പറ്റി? എനിക്ക് വയ്യാത്തോണ്ട് ഒക്കെ തീരെ വയ്യായിരുന്നു. അപ്പൊ റെസ്റ്റ് എടുക്കുമായിരുന്നു. പുറത്ത് നല്ല വെയിലാട്ടോ. നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കി. ഒരു 3:30 ആയപ്പോ ഇറങ്ങാന്ന് വെച്ചു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. എനിക്കൊന്ന് നല്ല രീതിയിലുള്ള വെയിൽ കൂടുതലാണെന്ന് തോന്നുന്നത്. ഇതിപ്പോ കുറഞ്ഞു. അവളുടെ ബുദ്ധിമുട്ടും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടത്താൻ എന്താണെന്ന് നടക്കണം. ഈ ഒരു ചെറിയ റൂമിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്ത്. TVKയുടെ മെമ്പറായിട്ടുള്ള ആൾക്കാർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പൊ ரொம்ப നന്ദി. ഞാൻ ഇങ്ങനെ കിളമ്പ് പോരാൻ. അപ്പൊ ഗൈസ് നമ്മളെ കാണാൻ വേണ്ടിട്ട് തന്നെ മെമ്പറും അവിടുത്തെ ആൾക്കാരൊക്കെ പുറത്തു വന്ന് നിൽപ്പുണ്ട്. നമ്മളിപ്പോ പുറത്തേക്ക് പോകട്ടോ. നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതാണ് നമ്മുടെ ഹോട്ടലിലെ മാനേജറും കാര്യങ്ങളൊക്കെ കേട്ടോ. കേട്ടോ പോട്ടോ. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. നമ്മുടെ TVKയുടെ മെമ്പറായിട്ടുള്ള ആൾക്കാരാണ്. അന്നേ നാങ്ക പോരെ. ഓക്കെ, ரொம்ப നന്ദി. ഇന്നൊരു സപ്പോർട്ട് എല്ലാം പണി കൊടുത്തതൊക്കെ. ഇന്നലെ രാത്രി ഒരു അമ്പലം കണ്ടില്ലേ? അമ്പലമാട്ടെ കാണുന്നത്. രഥം ഉണ്ടല്ലോ, അത് കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വെള്ളം ഇവിടെ വരെ എത്തിട്ടോ. റബി, അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയാലോ? പൂജാരി പോകുന്നുണ്ടോ? അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള അതിന്റെ എൻട്രൻസ്. വലിയ കുളം. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ കുളം. അവരെല്ലാം വൃത്തിയായി സൂക്ഷിക്കും. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. നമ്മള് ബൈപ്പാസ് റോഡിലോട്ട് കയറാൻ പോട്ടോ. ഈ അമ്പലത്തിന്റെ അവിടെ നിന്ന് ചുറ്റി വരുമ്പോ നമുക്ക് നേരെ മുമ്പില് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാല് റൈറ്റ് പിടിച്ചാൽ മതി. NH റോഡ് എത്തി. നമ്മുടെ മധുരാണ്ടകം ലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കാണുന്നതാണ് ആ ലേക്ക്. ലേക്ക് എന്ന് വെച്ചാൽ പുഴ കേട്ടോ, വലിയ പുഴ. നമ്മള് മധുരാണ്ടകം കോവിലിന്റെ മുമ്പിൽ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു വലിയ ഗ്രൗണ്ട് കണ്ടോ? അതിന്റെ അപ്പുറത്ത് ഒരു വലിയ മലയുടെ മുകളിൽ ഒരു അമ്പലം കേട്ടോ. തമിഴ്നാട്ടില് നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്ന കാഴ്ച. വലിയ മലയുടെ മണ്ടയില് അമ്പലം ഉണ്ടാവും. ഇപ്പൊ നടക്കുമ്പോ പ്രത്യേക ഒരു സുഖം. എന്താ വെച്ച് കഴിഞ്ഞാ വലിയ വെയിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഊർജത്തോടെ നടക്കാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ വരുന്ന വരവുണ്ട്. മാറിയില്ലെങ്കിൽ നമ്മുടെ മേത്തു കൂടെ കയറി പോകും. ഞാൻ പ്രത്യേക ഒരു കാഴ്ച കാണിച്ചു തരാം. അങ്ങോട്ട് വെച്ചാ ആ കാണുന്ന എന്താണെന്നറിയോ? അത് ഹെലിപ്പാഡാണ്, ഹെലിപ്പാഡ്. നമ്മുടെ എയർപോർട്ടില്ലേ, അതുപോലത്തെ ഹെലിപ്പാഡാട്ടോ കാണുന്നത്. കാരണം പെട്ടെന്ന് ഒരു സാഹചര്യം വന്നാല് ഇറങ്ങാൻ വേണ്ടിട്ട് അവര് പണിതേക്കുന്നത്. അപ്പൊ നമ്മള് വന്നൊരു ബൈപ്പാസ് റോഡിന് മണ്ടേ കൂടെ കേട്ടോ. ഇവിടുന്ന് തൊട്ട് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത്. അടിപൊളിയല്ലേ? നമ്മള് കുറച്ചുകൂടെ നടന്നു വന്നിട്ടോ. ഇവിടെ ഒരു അണ്ണൻ വന്നിരിപ്പുണ്ട്. ഹായ്സല്ലേ, അങ്ങനെ ഓട്ടോ ഡ്രൈവർ ആട്ടോ. നമ്മളിവിടെ ഇരിക്കുന്ന കണ്ടിട്ട് വന്ന് എന്നോട് നടന്നു പോകുന്ന ആളാണെന്ന് ചോദിച്ചിട്ടോ. നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നത്. ചായ കുടിച്ചോണ്ടിരിക്കാണ്. ചെറിയൊരു കടയാണ് കേട്ടോ. ചായ കുടിച്ചിട്ട് നടക്കാന്ന് വിചാരിച്ചു. ജി മാൾ നമ്മൾ ഇത്രയും ദിവസം നടന്നിട്ട് മാള് കണ്ടിട്ടില്ല. അതായത് കണ്ടില്ലേ? തുമ്മി കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു ബേക്കറിയിലാട്ടോ ഉള്ളേ. ഇരിക്കുന്ന ആള് പേര് ജിലാനി. നമ്മൾ നടന്നു വരുന്ന കണ്ടിട്ട് മുമ്പിൽ ഈ കടയുടെ അവിടെ വന്നിട്ട് അവിടെ വണ്ടി നിർത്തിട്ടോ. നമ്മള് വരുന്നതായിരിക്കും നമ്മളെ പിടിച്ചെടുത്ത് ജ്യൂസ് കുടിക്കാൻ പോകും. താങ്കിയോ. നമ്മളിവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. ரொம்ப സന്തോഷം. പോട്ടാ കൂപ്പിട്. നമ്മൾ ഒരിടത്ത് ഇരിക്കുവോ കേട്ടോ. പോണ്ടോ ഇരിക്കുന്നു. നടന്നു മടുത്തു. കുറച്ചുനേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇവിടെ എണീക്കും കേട്ടോ. നമ്മൾ നടക്കുന്നതിന്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. അതൊരു ക്ഷീണമല്ലേ. അത്യാവശ്യം നല്ല ദൂരം നടന്നിട്ടോ. അതുകൊണ്ടാണ്. ദേവിയുടെ പടം കണ്ടോ? എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വട്ടം എന്നെ മേത്തൊക്കെ അടിക്കുമ്പോ ഒരു രക്ഷയില്ലാത്ത വണ്ടിത്തിരക്ക് കേട്ടോ. ലേറ്റ് ആണെ കണ്ണിനോട്ട് അടിഞ്ഞത്.
അതിന്റെ ഇടയിൽ കൂടെ ആണ് കുറെ അവന്മാര് സൈഡിൽ കൂടെ കയറി വരും. പൊറോട്ട ആണോ? ആംബുലൻസ് അതിൽ കയറി പോന്നോ? വണ്ടി ഓ അത് ആർമിക്കാരുടെ ട്രക്കാന്ന് തോന്നുന്നുണ്ടല്ലോ. നമ്മള് പെട്രോൾ പമ്പിൽ വന്നപ്പോ മീറ്റ് ചെയ്ത ആൾക്കാരാട്ടോ. പെട്രോൾ പമ്പിലാണ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് നമ്മളെ കൂട്ടാൻ വേണ്ടി TVKയുടെ മെമ്പറായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ കൂടെ നമ്മള് ഇവിടെ അടുത്ത റൂമുണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാണ്. ഇവിടെ കുറെ അധികം ബസ്സുകൾ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആളും തിരക്കുള്ള ഒരു പെട്രോൾ പമ്പാണ്. അവിടെ കണ്ടോ, ഒരു ഹോട്ടലാട്ടോ, ഹോട്ടൽ ബാലാജി ഭവൻ. നേരെ ഓപ്പോസിറ്റ് കർപ്പക നയാഗ കോളേജ്, വിനായക കോളേജ് ഉണ്ടോ, ബസ് ഉണ്ടോ. നമ്മള് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം. ആംബുലൻസ് പോകുന്ന പോക്ക് കണ്ടോ, നല്ല വണ്ടിത്തിരക്കാട്ടോ. അടിക്കോ, പോട്ടെ പോട്ടെ പോട്ടെ, ആ പോട്ടെ പോട്ടെ പോട്ടെ. വണ്ടി ഇപ്പുറത്താണ്, അതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് വരുവാ കേട്ടോ. ഇവിടെ ഇവിടെ ഉണ്ടോന്നാ പറഞ്ഞത്. ഇതാണ് നമ്മളെ വണ്ടി, വണ്ടിയിൽ കയറാൻ പോവാ കേട്ടോ. ഉറക്കം തോന്നണം, ഇതിനകത്ത് ലേറ്റ് കുറവാ കേട്ടോ. ഈ കാണുന്ന സ്വിഫ്റ്റിലാട്ടോ നമ്മൾ പോകുന്നത്. റബി ഉറക്കം വരുന്നത്. റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവരുടെ സപ്പോർട്ടിലാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ரொம்ப നന്ദിയാണ്. നമ്മുടെ ഫണ്ട് കുറവാട്ടോ. ഞാൻ പറഞ്ഞു നമ്മുടെ ഫണ്ട് ഇല്ല, ചെറിയ വല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ മതി, അതിനകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം കോളൊക്കെ വിളിച്ചു, അതിന്റെ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടോ. ഓക്കെ ആണ്, താങ്ക് യു. ഇത് അങ്ങോട്ട് കയറി പോകാൻ പോകുന്ന അറിയാം, വലിയൊരു ഹോട്ടലിലോട്ട്. ഇത് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ കയറി നമ്മളങ്ങനെ പുറത്തിറങ്ങി. 102. ஹலோ ஒரு டைம் கரண்ட் போகும், அதுக்காண்டி சொல்றேன். ஃபேன் ஓடிக்கிட்டே இருக்கும். ഓടിട്ടേ നമ്മുടെ റൂമിൽ ചാവിയാ ചോദിച്ചു. അപ്പൊ നമ്മള് റൂം തുറക്കാൻ പോട്ടോ. മോനെ റൂം വാങ്ങിച്ചെടുക്ക്. എന്റെ അല്ല, ഇത്ര അടിപൊളിയായിട്ടുള്ള റൂം ഞാനിപ്പോൾ ആദ്യമായിട്ടാ കണ്ടത്. സൂപ്പർ. ഗൈസ്, ഞാന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. ചിക്കൻ റൈസ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ്. കട ക്ലോസ് ചെയ്യാൻ പോവാട്ടോ. പെട്ടെന്ന് വർഷം വാങ്ങിച്ചാൽ വർഷം കിട്ടില്ല. എന്തായാലും വന്ന് നോക്കിയത് നന്നായി. നമ്മുടെ റൂമിന്റെ തൊട്ട് താഴെ തന്നെ ആട്ടെ ഈ കട വരുന്നത്. അതുകൊണ്ട് ഫുഡിന് വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യം വരത്തില്ല. ചിക്കൻ റൈസ് വാങ്ങിച്ചു. നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരും കേട്ടോ. ഫ്ലാറ്റ്സ് ഓപ്പൺ. ഗൈസ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ. എന്താ കഴിക്കുന്നതെന്ന് അറിയാലോ, അത് കാണിച്ചാൽ തന്നേക്കാം. അതാണ് നമ്മുടെ ചിക്കൻ റൈസ് ഇട്ടാ. അതിന്റെ കൂടെ 2 അച്ചാറും ഉണ്ട്. സിനിമ ഉണ്ടോന്നാണ് കഴിക്കുന്നത്. 6 സിനിമ എന്നാ വല്ല ഐഡിയ ഉണ്ടോ? വന്നിട്ടേ ഗണപതി. നമ്മുടെ അണ്ണന്റെ സിനിമ കണ്ടിട്ടാട്ടോ നമ്മളിത് കഴിക്കുന്നേ. ആണോ എങ്ങാണ്ട് நான் சொல்றது കേള് എപ്പിടി ഇருக்கு. ഭക്ഷണം കഴിക്കാട്ടോ. നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഭക്ഷണം കഴിക്കുക. ചിക്കൻ ബിരിയാണിയുടെ മണം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ കഴിച്ചോട്. നല്ല ക്ഷീണമുണ്ട്, നല്ല സുഖമായിട്ട് ഇന്നൊരു ഉറക്കം ഉറങ്ങും. കാര്യം എന്താണെന്നറിയാം, വന്ന് എടുത്തേക്കുന്ന റൂം അത്യാവശ്യം നല്ല അടിപൊളി റൂമാട്ടോ. AC കാര്യങ്ങളും TV ഒക്കെ ഉള്ള ഒരു സൂപ്പർ റൂം. ഉറങ്ങാൻ പോലെ മുഖമൊക്കെ കഴുകി വന്നിരുന്ന കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.